ഫിന്നി പറയുന്ന റാഷണൽസിൽ നിന്നും അല്ലെങ്കിൽ ഏത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും ഉള്ള ഇൻടോളറൻസ് എന്ന് പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാനൊരു വിശ്വാസിയായിരുന്നപ്പോൾ എനിക്കും ഇതേ ഒരു ഒപ്പീനിയൻ ആയിരുന്നു ഈ റാഷണൽസ് അല്ലെങ്കിൽ ഏത്തിസ്റ്റ് ആയിട്ടുള്ളവരോട്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ ഒരു മറുപടി വീഡിയോയിൽ ഫിന്നി തന്നെ സംസാരിക്കുന്നുണ്ട്, ദൈവത്തിനെ അറിയണമെങ്കിൽ അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. യുക്തിയിലൂടെ നമുക്ക് ഒരിക്കലും ദൈവത്തിനെ അല്ലെങ്കിൽ ലോജിക്കിലൂടെ ദൈവത്തിനെ മനസ്സിലാക്കുക അത് നടക്കുന്നൊരു കാര്യമേ അല്ല. അപ്പോൾ ഒരു വിശ്വാസി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം മാത്രമാണ്, നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളില്ല. ബൈബിളിൽ തന്നെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, വിഷ്ഫുൾ തിങ്കിങ്, ആ ഒരു സാധനമായിട്ടാണ് വിശ്വാസത്തിനെ ബൈബിൾ തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇരിക്കെ മറ്റ് പുറത്തു നിൽക്കുന്ന ഈ പറയുന്ന റാഷണലോ ഏത്തിസ്റ്റോ ആയിട്ടുള്ളവർ കൃത്യമായ ഒരു ക്രിട്ടിക്കൽ ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാതെ നമ്മളെ അത് അസ്വസ്ഥരാക്കും. ഈ അസ്വസ്ഥത ഒരു വിശ്വാസിക്ക് തോന്നുന്നത് അതൊരിക്കലും ഒരു യുക്തിവാദിയുടെ കുറ്റമല്ല. അയാൾ വളരെ സ്വാഭാവികമായും യുക്തിപരമായ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒഫൻഡഡ് ആയിത്തീരും. ഈ ഒരു പ്രതിഭാസത്തിനെയാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഫിന്നി പറയുന്ന ഈ ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയാൾ വിഷ്വലി ശരിയാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിന് എതിരെ ഒരു ചോദ്യം വരുമ്പോൾ അയാൾക്ക് അതൊരു പേഴ്സണൽ അറ്റാക്കായിട്ട് തോന്നുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഇൻടോളറൻസ് കാര്യങ്ങൾ പൊതുവിൽ കാണാറില്ല.